ട്രിപ്പ് പോകുമ്പോൾ സോളോ ട്രിപ്പാണോ ഗ്രൂപ്പ് ട്രിപ്പാണോ നല്ലതെന്നുള്ള എനിക്ക് അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും അത്ര പറയുന്നത് എനിക്ക് തന്നെ കാരണം ഞങ്ങളെ കൂടുതൽ സോളോ പോയിട്ടുള്ളത്. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം സോളോ ട്രിപ്പാണ്. അതെന്താ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ പോണതിൽ കൂടുതലും ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നുള്ളതിൽ അങ്ങനെ പോകാനുള്ള ഓരോ എലമെന്റ്സും നമുക്ക് ഫോട്ടോ എടുക്കേണ്ടി വരും, നല്ല ഫ്രെയിം കണ്ടാല് നിർത്തേണ്ടി വരും, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങേണ്ടി വരും. പിന്നെ പങ്ക്ച്വാലിറ്റി ചിലപ്പോ നമ്മളെ ഗ്രൂപ്പായിട്ടാ പോണ വെച്ചാല് എന്തായാലും ഒരാള് ലാഗ് ആക്കും. ഇനിയിപ്പോ നമ്മള് വലിയ ലാഗാക്കാത്ത ആൾക്കാരായിട്ടല്ല, എന്നാലും ലാഗാക്കണ ഇതുണ്ടാവും, ഓരോതായ കാര്യങ്ങളുണ്ടാവും. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് ചിലപ്പോ ഗോൾഡൻ അവറിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകേണ്ടി വരും. കറക്റ്റ് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, സൺസെറ്റിന്റെ ടൈമിലൊക്കെ അങ്ങോട്ട് എത്തേണ്ടി വരും. ചിലപ്പോൾ ഉച്ചക്കൊക്കെ നമുക്ക് കൂടുതലൊന്നും കാണാണ്ടാവില്ല ഫോട്ടോഗ്രാഫേഴ്സിന്. അപ്പൊ നമ്മള് നേരത്തെ എണീച്ച് ഓരെയും വെയിറ്റ് ചെയ്ത് ഓര് വരുന്നതും കാത്തുനിന്ന് അപ്പൊ നമ്മളെ മൊമെന്റ് മിസ്സാവും. ചിലപ്പോ നമുക്കൊരു സംതൃപ്തി ഇല്ലാത്ത പോലെ പ്ലാനിങ്ങിലുള്ള സാധനങ്ങളാവുമല്ലോ, പ്ലാൻ നടക്കാതാവുമ്പോൾ അങ്ങനെ വരുമ്പോ സോളോണ് ശരിയാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടീം ഞാൻ രണ്ടു തരത്തിലും പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് നമ്മുടെ കൂടെ നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ എന്തിനും നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഞാൻ പ്രിഫർ ചെയ്യാം ഗ്രൂപ്പ് ടീമായിട്ട് തന്നെ. ഒരു 4 പേരുള്ള ട്രിപ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എവിടെ നമുക്ക് ആപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ക്യാബ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ ആപ്റ്റ് ആയിരിക്കും, നല്ല ഇതാകാരം. ഇപ്പോൾ ഒരു ഓട്ടോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 4 ആൾക്കാർ സെറ്റ് ആകാരം. ഇനിയിപ്പോൾ റൂം എടുക്കുകയാണെങ്കിൽ രണ്ട് റൂമായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ റൂമിന് തന്നെ എക്സ്ട്രാ ബെഡ് ഇട്ട് അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 4 ആൾക്കാർ കൂട്ടായിട്ട് പോകുമ്പോൾ നമുക്കൊരാൾക്കൊരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ കശ്മീർ പോണത് ഞങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ 4 ആൾക്കാരാണ്. ഞാൻ മറ്റേ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ, ഞങ്ങളുടെ റൂമിലുള്ള ഒരാളും അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ട് നമ്മളെ ഹംദാന് നമ്മളെ ചെക്കന്മാർ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അങ്ങനെ പോണത്. ആ യാത്ര അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ആ 4 ആൾക്കാരും ഞങ്ങൾ ഞങ്ങൾ 4 ആൾക്കാർ സെയിം വൈബിളുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ വലിയ ബഡ്ജറ്റ്, അതായത് അങ്ങനെ പോകാൻ പറ്റും, നല്ല ലക്ഷറി ആയിട്ട് നമുക്ക് ബാക്കി പൈസ അങ്ങനെയും പോകാൻ പറ്റുന്ന ടീമുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്ര എനിക്ക് എന്നും ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഹൈലൈറ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ കാലത്തിലേക്ക് ഓർമ്മ വരും. അങ്ങനെ അത് ഭയങ്കര ആ 4 ആൾക്കാരും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പിന്നെയും പറയും നമുക്ക് ഇനി യാത്ര പോകണം. കാരണം ആ യാത്ര നമുക്ക് അത്രയും നമ്മൾ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിന് അത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു യാത്ര തന്നെയാണ് അത്. പക്ഷെ ജീവിതത്തിൽ നമുക്ക് അന്ന് നേരെ തിരിച്ചുണ്ടായ അനുഭവങ്ങളുള്ള യാത്രകളുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് പോണ സമയത്ത് നമ്മളെ സെയിം വൈബിളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യാത്ര അടിപൊളിയായിരിക്കും. ഞാനങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ ഇഷ്യൂ ആണ്, നമുക്ക് നമ്മളെ ഫോട്ടോസ് ചിലപ്പോൾ കിട്ടൂല, ഫ്രെയിം കാണുമ്പോ നമുക്ക് ചില സ്ഥലത്ത് വണ്ടി നിർത്തി നോക്കേണ്ടി വരും. പക്ഷെ ഫാമിലിന്റെ കൂടെയും ഇപ്പൊ നമ്മൾ തന്നെ പല സ്ഥലത്തേക്ക് പോകണല്ലോ, അത് വേറെ തന്നെ വൈബ്, ഫാമിലി വേറെ തന്നെ ഇതാണ്. അങ്ങനെ ഞാൻ ഈ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനത്തെ മൈൻഡിലൊക്കെ പോവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റക്ക് പോവാന്നുള്ളത്. കൂടുതൽ പോയതും സോളോ ട്രിപ്പ് ആണ്. സോളോ ട്രിപ്പിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ട്രെയിൻ യാത്രയിലൊക്കെ പലപ്പോഴും എനിക്ക് സോളോ പോകുമ്പോൾ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ബാഗുകൾ എന്ത് ചെയ്യുമ്പോൾ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞത് ജനറലിനേക്കാൾ ഡേഞ്ചർ സ്ലീപ്പർ ആണെന്ന് പറഞ്ഞിരുന്നു ഒരു വട്ടം. കാരണം ജനറലാകുമ്പോൾ പല ആൾക്കാരായിട്ടും എന്തുണ്ടാവും, കുറെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കണോണ്ട് ആൾക്കാർക്ക് ഈ ഇതൊക്കെ ടെൻഡൻസി ഉണ്ടാവും അത് എടുക്കാതിരിക്കാനുള്ള. പക്ഷെ സ്ലീപ്പർ ആകുമ്പോൾ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്ന ചില ആൾക്കാർ അറിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഒരു വട്ടം പോയി വന്നെങ്കിൽ പിന്നെന്തായി, അത് ശീലമായി, അത് പ്രശ്നമല്ല. പിന്നെ നമ്മള് സോളോ ആയിട്ട് പോവാണെങ്കിലും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുന്ന് ആരെങ്കിലും ഒക്കെ കമ്പനി എനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തിരിച്ചു വരുമ്പോ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ എന്ത് ചെയ്യും, അവിടുത്തെ ഒരാൾ കയറും. അത് ശരിയാ, അതാണ് ഒരു മെച്ചം. ഞാൻ അങ്ങനെ തന്നെ എവിടെ പോയാലും അവിടുത്തെ ഒരാളെ നമ്മള് കമ്പനി ആക്കിയിട്ട്. പിന്നെ കോണ്ടാക്ട് വിടാതെ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ നാട്ടിലെത്തി നമ്മളവിടെ സേഫായിട്ട് എത്തി എന്നുള്ളതെന്ന് അറിയിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്, നമുക്കൊരു സന്തോഷം. ഒരു ബന്ധം പുതുക്കലാണല്ലോ. ഇനി അഥവാ അവർ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, അഥവാ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഓർമ്മ വരിക ആരായിരിക്കും, നമ്മളായിരിക്കും ഓർമ്മ വരിക, നമ്മളെ വിളിക്കും, നമ്മളെ വീട്ടിലൊന്ന് സൽക്കാരൊക്കെ. ആ ഒരു ബന്ധം പുതുക്കൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്.